കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, തോബീത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന, കുടുംബം അനുഗ്രഹമാക്കുവാൻ കൊടുക്കുന്ന 10ാമത്തെ നിർദ്ദേശം. തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ പ്രകാരം വായിക്കും: വിവേകമുള്ള ഏതൊരുവനിൽ നിന്ന് ഉപദേശം തേടുക, സതുപദേശം നിരസിക്കരുത്. അപ്പോൾ വിവേകമുള്ളവനിൽ നിന്നും ഉപദേശം തേടുവാനാണ് തോബീത്ത് തൻ്റെ മകൻ തോബിയാസിനോട് പറയുന്ന 10ാമത്തെ കൽപ്പന, 10ാമത് നിർദ്ദേശം. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പ്രകാരം വിവേകം എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് ആ വചനങ്ങൾ നമ്മൾ കാണുക. മകനെ, നിന്റെ സൽപ്രവൃത്തികളിൽ നിന്ന കലർത്തരുത്. നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ. കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെക്കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ച് ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. പ്രിയ നിറഞ്ഞവരെ, വിവേകം എന്നുള്ളതിന് വചനം പ്രഭാഷകൻ പറയുന്ന നിർദ്ദേശങ്ങളാണിത്. അപ്പോൾ വിവേകമുള്ളവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുമ്പോൾ, സതുപദേശം സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനും അനുഗ്രഹമായി തീരുന്നു. വിവേകശൂന്യർ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത മാറി വിതറുമ്പോൾ വിവേകമുള്ളവർ കർത്താവിൻ്റെ കൃപയിലേക്കും സ്നേഹത്തിലേക്കും നമ്മെ കൈപ്പിടിച്ചുയർത്തുന്നു. നമുക്ക് ഈ ഒരു സന്ദേശത്തെ, ഈ ഒരു കൽപ്പനയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. വിവേകമുള്ള മനുഷ്യരിൽ നിന്ന്, ഗുരുക്കളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്നൊക്കെ നമുക്ക് ഉപദേശം സ്വീകരിച്ചുകൊണ്ട്, സതുപദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹമാകുവാനായിട്ട് തോബീത്ത് മകൻ തോബിയാസിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ, കൽപ്പനകളെ ധ്യാനിക്കുകയാണ്. വിവേകമുള്ളവരായി തീരുവാനും ഒപ്പം വിവേകമുള്ളവനിൽ നിന്ന് സതുപദേശം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹമാകുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹനാഥനായ തമ്പുരാനി, തോബീത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന കൽപ്പനകളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തന്നെ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് നൽകിയാൽ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.